അഖദിൽ പറഞ്ഞിട്ടില്ല നീ കെട്ടിയാൽ വിട്ടുതരണം എന്നുണ്ടാക്കിയിട്ടില്ല. മുന്നേ പറഞ്ഞു വെച്ചതാണ് നീ കെട്ടിയ ഉടനെ വിട്ടുതരണേന്ന് നീയത്ത് വെച്ചിരുന്നു അഖദിൽ. അത് നവത്തഹലിയിലെ മിൻകൈരി ചർത്തിൻ അല്ലെങ്കിൽ ചെറുത്താക്കാണ്ട് തന്നെ അഖദിൽ നീയത്ത് വെച്ച് ഇത് തൽക്കാലത്തേക്കാ കെട്ടുന്ന് സ്ഥിരമായിട്ട് അല്ലാന്ന്. എന്നാ ഫന്നിക്കാഹു ബാത്തിലിൽ നിന്ന് മാലിക്കി മദ്ഹബ് വന്നത്. അഖദിന്റെ മുമ്പാണ് പറഞ്ഞു ഉറപ്പിച്ചത്, അഖദിൽ പറഞ്ഞിട്ടില്ല. അഖദിൽ നിയത്ത് വെക്കുകയും ചെയ്തു, അല്ലെങ്കിൽ തഹ്ലീൽ ആക്കി കൊടുക്കും, അതിനാണ് ഞാൻ കെട്ടുന്നത് എന്ന് ഷർത്താക്കാതെ തന്നെ അഖദിൽ കരുതി. എന്നാൽ പോലും നിക്കാഹ് ബാത്തിലാണ്, പറ്റൂല, ഖാലിസായ നിക്കാഹ് തന്നെ വേണം എന്ന് മാലിക്കി മദ്ഹബ്. സ്വഹീഹുൻ മാലിക്കി മദ്ഹബ് അല്ലാത്ത മുഴുവൻ ആൾക്കാരും ഒറ്റക്കെട്ടായിട്ട് എന്ത് പറയുന്നു? എന്തുകൊണ്ട്? ഇവിടെ മനസ്സ് വടക്കാക്കിയതേ ഉള്ളൂ, ഷർത്ത് വന്നണോ? അപ്പൊ ഷർത്തിന്റെ മേലെയാ നോക്കുന്നത്, അഖദിന്റെ നേരത്തുള്ള ഷർത്ത്. ഏതുപോലെ കമാലവനവാ തലാഖഹാ ലിഗൈരിൽ ഇഹ്ലാലി, ആടെയോ ഇഹ്ലാലല്ല, കെട്ടിയ ഉടനെ തലാഖ് ചൊല്ലണം എന്ന് കരുതി ഉറപ്പിച്ചിട്ട് കെട്ടി. എന്നാ നിക്കാഹ് സഹിയാണെന്ന് ഞാൻ മാലിക്കി ഇമാമനെ സമ്മതിച്ചിട്ടില്ലേ? അക്കണക്കിന് ഇവിടെ എന്തേ മുഹല്ലിലിന് ഞാൻ വിട്ടുകൊടുക്കാൻ വേണ്ടി കരുതിയ പ്രശ്നമെന്ന് പോലും അതൊക്കുന്നില്ലല്ലോ. ജുംഹൂർ പറഞ്ഞതല്ലേ സത്യം. ഒരുത്തൻ കെട്ടുമ്പോൾ തന്നെ എന്തായി? എന്നാല് കസറത്തിൽ മറുതത്വ തഹ്ലീല അത് വലിയുഹാ ദൂന സൗജി. പെണ്ണ് നീയത്ത് വെച്ചാലോ ഞാനിപ്പോൾ കല്യാണത്തിന് വിധേയമാകുന്നത്, അല്ലെങ്കിൽ വലിയ നീയത്ത് വെച്ച്, അതൊന്നും ഇവിടെ നോക്കൂല. അതുകൊണ്ടൊന്നും ഇവിടെ ഒന്നും വരാനുണ്ട, ഒന്നുമില്ല. അവർക്കല്ല നീയത്തിൽ തകരാറ് വരുത്താൻ. അന്നഹു ഇൻസുൽത്താലി ഫീ നഫ്സിൽ അഖദി, അഖദിന്റെ നഫ്സിൽ പറഞ്ഞു അന്നഹു യുസബ്ബിജുഹാ, ഈ കെട്ടിച്ചു തരുന്നത് അവലായ ആൾക്ക് ഈ പെണ്ണിനെ തിരിച്ചു കെട്ടാൻ വേണ്ടി മാത്രമാണ് എന്ന് അഖദിൽ ഷർത്ത് വെച്ചാൽ പോലും ഫഇന്നഹു നിക്കാഹു സഹീഹ്, ഷർത്ത് വലിച്ചെറിയുക. ഹനഫി മദ്ഹബാണ്, ഹനഫിയിലുള്ളൊരു കൗല്. വലഹു അൻ യുംസികഹാ, മറ്റുള്ളവരുടെ കൗലനുസരിച്ച് അങ്ങനെ പിടിച്ചു നിന്നൂടെ? നീയത്ത് വെച്ചിട്ട് കെട്ടിയാൽ ഫൈൻ തല്ലഖഹാ ഹല്ലത്തിലില്ല ഫൈൻ, പല മുന്നേ ആദ്യ ഡിമാൻഡ് ആക്കിയിട്ടാണ് കെട്ടിച്ചത് പോലും. വയ്യവ വിട്ടു കൊടുക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റോ? ലാ യൻകിഹു മുതല്ലഖതൻ ബിസലാസി ഹത്താ യതാഹാ ഗൈറുഹു. ഇനി വാർത്ത നോക്ക്, 3 തലാഖ് ചൊല്ലി വേർപെടുത്തപ്പെട്ട പെണ്ണിനെ കെട്ടൽ ജായിസല്ല പുതിയൊരാൾ കെട്ടിയിട്ട് സംയോഗം ചെയ്യുന്നത് വരെ. ബിനിക്കാഹിൻ സഹീഹ്, രണ്ടാമത്തെ ആള് കെട്ടൽ തഹരീമിന്റെ കറാഹത്താണ് പോലും, ഒഴിവാക്കണമെന്ന് ഷർത്ത് വെച്ചാൽ നിക്കാഹ് ശരി തന്നെ. തസബ്ബജ്തുക്കി അലാ നുഹല്ലിലകി, ഞാൻ നിന്നെ കെട്ടുന്നത് നിന്നെ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. ഹല്ലത്തുൽ അവ്വലീൻ ലിസിഹത്തി നിക്കാഹി വബുത്ലാനി ശർത്തീൻ, ഹനഫിയ പറയും ഫലാ യുജ്ബറു അല തലാഖി, തലാഖിന്റെ മേലെ എന്താക്കാൻ പറ്റൂല. വൈൻ അതുപോലെ താലിക്കലായിക്കുറഹു, മനസ്സിൽ കരുതിയതേ ഉള്ളുവെങ്കിൽ കറാഹത്തുമില്ല. വായോട് ചേർത്ത് വെച്ചിട്ട് തന്നെ ഇവിടെ വാത്തിലായ, ചേർത്തല്ലേ വാത്തിലായിട്ടുള്ളൂ. ആദ്യത്തെ ആളെ രക്ഷപ്പെടുത്തലാണ് മുറാദെങ്കിൽ എന്തും കിട്ടും. നേരത്തെ ലാനല്ലാഹുൽ മുഹല്ലില വൽ മുഹല്ലല ലഹു എന്ന് പറഞ്ഞതോ അത് ഇദാ ശുരിതൽ അജ്റു, പ്രതിഫലം ഷർത്താക്കപ്പെട്ടാലാണ് പോലും. അന്ന് ശരിയല്ല. അന്നൻ നിക്കാഹൽ ഫാസിദ ലാ യക്ഫി ഫി തഹ്ലീൽ,
വേറൊരാൾ കെട്ടിയിട്ട് വിടുമ്പം അയാളുടെ നിക്കാഹ് ഫാസിദായ നിക്കാഹാണ്. എന്നാ മതിയാവോ? പിന്നെന്ത് വേണം? മാലിക്കി മദ്ഹബ് കുറേ അധികം ഡിമാൻഡ് അവക്ക്. ആ കെട്ടുന്ന ആളുടെ സംയോഗത്തിനും പല ചർത്തും. നമ്മളാ ചർത്തൊന്നും വെച്ചിട്ടില്ല. വ്യഭിചാരമാവാതിരുന്നാ മതി, കുറ്റം വേറെ വഴിയിൽ വന്നോട്ടെ. മാലിക് ഇമാം പറയുന്ന യുസ്തറത്തു കൗനുൽ വത്തി ഹലാൽ. ആ പുതിയ വന്ന ആള് ഹലാലായ രൂപത്തിൽ, കുറ്റത്തിൽ നിന്ന് ഒഴിവായ രൂപത്തിൽ സംയോഗം നടത്തണം പോലും. ഓന്റെ വത്തുകായിട്ട് അംഗീകരിക്കുള്ളൂ. അപ്പൊ എന്ത് പറ്റൂല? ഹൈലിലാണ് ആ പുതിയ വന്ന ആളെന്താക്കിയത്? ഇഹ്റാമിലാണ്, ഫർള് നോമ്പിലാണ്. എന്നാലൊന്നും ആദ്യത്തെ ആൾക്ക് പറ്റൂല പോലും. എന്തേ? അതെ, അതുകൊണ്ട് ഇഹ്ലാല് കിട്ടൂല പോലും. ഹഖീഖിയായ വത്ത്, മുബാഹായ വത്ത് കാണും. എന്ത് വേണം? പക്ഷേ മറ്റുള്ളവർ എങ്ങനെ പറയുന്നുണ്ടോ? എന്നല്ല പറഞ്ഞിട്ടുള്ളൂ. ഈ വന്നവനുമായിട്ട് ഇസ്ലാമികമായ വത്ത് നടക്കണം എന്നാ പറഞ്ഞിട്ടുള്ളൂ. ആരിന് വേണ്ടി വന്ന തെറ്റുകുറ്റങ്ങളാണ് ഏത്? അതുകൊണ്ട് ഇനി പറ, പുതിയ മസാല. മാലിക് യഹ്യ ഇബ്നു സഈദ് അനിൽ ഖാസിം ഇബ്നു മുഹമ്മദ് അന്ന ആയിഷത സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹാ സുഇലത്ത്, ആയിഷ ബീവിയോട് ചോദിക്കപ്പെട്ടു, അൻ റജുലിൻ തല്ലഖ ഇംറാതഹു അൽബത്താ, നിലവിലുള്ള എല്ലാ തലാഖും അയാൾ എന്താക്കീനി? ചൊല്ലി തീർത്തണ്. അങ്ങനെ ഫതസബ്ബജഹാ റജുലുൻ ആഖർ, ആ പെണ്ണിനെ കെട്ടി വേറൊരു പുരുഷൻ. ചോദ്യം മനസ്സിലാക്കണം. ഒരു പുരുഷൻ കെട്ടി, അങ്ങനെ ബന്ധപ്പെടുന്നതിന് മുമ്പ് ആര് മരിച്ചു? പുതിയ വന്ന സൗജി. എന്നാലും പോരെ ആദ്യത്താക്ക് കിട്ടാന്? പോരെ? മരിച്ച മഹർ പരിപൂർണം കൊടുക്കുന്നില്ലേ? മരിച്ചാല് സംയോഗം ചെയ്ത എല്ലാ ആനുകൂല്യങ്ങളും മരിച്ചാലും കൊടുക്കുന്നില്ലേ? സംയോഗം ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല ആർക്ക്? അതുകൊണ്ട് അറിഞ്ഞില്ലേ? മാലിക്കിനെ യഹ്യ ഇബ്നു സഈദ് അല്ലേ? അനിൽ ഖാസിം ഇബ്നു മുഹമ്മദ് അതേതാ? ആയിഷത സൗജി നബി. വരുമ അറിയുന്നുണ്ടോ? മാലിക്കിനെ യഹ്യ ഇബ്നു സഈദ് അനിൽ ഖാസിം ഇബ്നു മുഹമ്മദ് അൻ ആയിഷത അന്നഹാ സുഇലത അൻ റജുലിൻ തല്ലഖ ഇംറാതഹു അൽബത്ത റജുലുൻ ആഖർ ഫതല്ലഖഹാ ഖബ്ല അൻ യമസ്സഹാ ഹൽ യസ്ലുഹു ലിസൗജിഹി അൽ-അവ്വലി അൻ യതസവ്വജഹാ. എന്നല്ല ചോദ്യം. മരിച്ചിട്ടില്ല. ഫതല്ലഖഹാ, മരിച്ചത് പറയാം, മരിച്ചത് പറയാം അല്ലേ? തലാഖ് ചൊല്ലി ഖബ്ല അൻ യമസ്സഹാ, വേറൊരാൾ കെട്ടിയിട്ടേ ഉള്ളൂ. അതായത് അഖ്ദ് മാത്രം പോലെ എന്നാ ചോദ്യം. ഖുർആനിൽ അഖ്ദ് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഖുർആനിൽ പറഞ്ഞത് കൊണ്ട് അമൽ ചെയ്തൂടെ? ഖുർആനിൽ പറഞ്ഞതിന്റെ മുറാദ് വത്ത് തന്നെയാണ് എന്ന് വാദിക്കണം. അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞതിന് പുറമെ ഇനിയും ഷർത്ത് സുന്നത്ത് കൊണ്ട് വേറെ വന്നിട്ടുണ്ട്, ഹദീസ് കൊണ്ട്. ഖുർആനിൽ പറഞ്ഞത് അതും വേണം, അതിന് പുറമെ എന്തും വേണം? കെട്ടാൻ പറ്റൂലേ? ഖുർആനിലെ ആയത്തിൽ എത്രയല്ലേ ഉള്ളൂ? കാലത്ത് ആയിഷ ലാ ഹത്താ യദൂഖ ഹുസൈലതഹാ, ആ വന്ന പുരുഷൻ എന്ത് ആസ്വദിക്കണം? ഇമായിന്റെ സ്വാദ് ആസ്വദിക്കണം. അപ്പൊ ഹഖീഖിയായ രൂപത്തിൽ എന്ത് വേണം? ഇമാ ചെയ്യണം. എന്ത് പോരാ?
നിക്കാഹ് പോലെ പോരാ. സയ്യിദ് ഇബ്നുൽ മുസയ്യിബിനെ തൊട്ട് ദുഷ്പ്രചരണം നടത്തുന്നുണ്ട്. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് പറഞ്ഞതിന് പോലും അഖ് നടത്തിയാൽ തന്നെ വേറൊരാൾക്ക് ആദ്യത്തെ ആക്ക് കട്ടാറുണ്ട്. അത് ബാത്തിലും മർദൂദുന്നാണ്, കല്ല് വെച്ച നുണയാണ്. ആരുടെ പേരിൽ പ്രചരിപ്പിക്കുന്നത്? സയ്യിദ് ഇബ്നുൽ മുസയ്യിബിനെ തൊട്ട്. അവരങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ബാത്തിലും മർദൂദുമായ കൗലാണത്, അങ്ങനെ പറഞ്ഞിട്ടില്ല. മാലിക്കുന്നഹു വലഹു, ഇമാം മാലിക് തങ്ങൾക്ക് എത്തി അന്നൽ ഖാസിം ഇബ്നു മുഹമ്മദ്, അല്ലാമ ഖാസിം ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ സുഇല അൻ റജുലിൻ, അവരോട് ചോദ്യം വന്നു ഒരു പുരുഷനെ തൊട്ട്. തല്ലഖ ഇംറതഹു അൽബത്താ, അവസാനം വരെയുള്ള തലാഖെല്ലാം ചൊല്ലി തീർത്ത്. സുമ്മ തസവ്വജഹ ബഅദഹു റജുലുൻ ആഖറു, വേറെ ഒരു സൗജി കെട്ടി. ഫമാത അൻഹാ, അവൻ നിരപരാധിയായി മരിച്ചുപോയി. അവനുണ്ടെങ്കിൽ സംയോഗം ചെയ്യുമായിരുന്നു, പക്ഷേ അവൻ പെട്ടെന്ന് എന്തായിപ്പോയി, അവൻ പോരെ. കാരണം മരിച്ചെടുത്ത് എത്രയോ മസലകളിൽ എന്താക്കിയിട്ടുണ്ട്, മത്തിന്റെ അതേ സ്ഥാനം കൽപ്പിച്ചിട്ടില്ലേ. ഉദാഹരണം പറഞ്ഞാൽ മഹർ കൊടുക്കുന്നത്, തലാഖ് ചൊല്ലി സംയോഗത്തിന് മുമ്പ് എന്നാ പകുതിയല്ലേ, സംയോഗം ചെയ്താൽ ഫുള്ളല്ലേ. അതുപോലെ തന്നെ മരിച്ചുപോയാൽ സൗജൈനിയിൽ നിന്ന് ഒരാൾ മരിച്ചുപോയതാണ് സംയോഗത്തിന് മുമ്പ്, ഇന്ന് എത്ര കൊടുക്കല്? ഫുൾ. അപ്പം മരണവും വത്തും തുല്യമല്ലേ എന്നാ ചോദ്യം അല്ലേ? ഉത്തരം ഹൽ യഹില്ലു ലിസൗജിഹ അൽ-അവ്വലി അൻ യുറാജിഅഹ, യുറാജിഅഹ എന്ന് മടക്കിയെടുക്കലല്ല, പുനർവിവാഹം പറ്റുമോ? ഇതോടുകൂടി വഫാത്തിന്റെ ഇദ്ദ കഴിഞ്ഞാൽ ഫഖാല ഖാസിം ഇബ്നു മുഹമ്മദ്, വഫാത്തിന്റെ ഇദ്ദ കഴിയാണ്ട് കെട്ടുന്നതിനെ പറ്റിയല്ല, അതുപോലെ മടക്കിയെടുക്കുന്നതിനെ പറ്റിയല്ല ഈ ചോദ്യം. ആദ്യത്തെ ആളെന്നെ നിക്കാഹ് ചെയ്യട്ടോ എന്നാ ചോദ്യം. ഖാസിം ഇബ്നു മുഹമ്മദ് പറഞ്ഞു ലാ യഹില്ലു ലിസൗജിഹ അൽ-അവ്വലി അൻ യുറാജിഅഹ. എന്താ കാരണം? മൗത്ത് വേറെയാണ്, വത്ത് വേറെയാണ്. എന്നൽ ഇഹ്ലാല ലാ യകൂനു ബിൽ അഖ്ദി വഇന്നമാ യകൂനു ബിൽ വത്ഈൻ. എന്താ? ഐകാദ് വഫാത്തു സൗജിയ ഖവിയ കമാലുൽ മഹർ കിട്ടും, ലാകിൻ ലാ യഖവിഹ അൽ ഇഹ്ലാൽ. ആദ്യത്തെ ആൾക്ക് കെട്ടാൻ അത് മതിയാവോ? മതിയാവില്ല. ഖാല മാലിക്കുൻ, ഇനി പുതിയ മസാല ഫിൽ മുഹല്ലിലി, മുഹല്ലിലിനെ പറ്റി. മുഹല്ലിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ആര് കെട്ടിയത്, ഈ രണ്ടാമത്തെ പുതിയാപ്പള, അതാണ് മുഹല്ലിൽ. മുഹല്ലിലിനെ പറ്റിയാ ചോദിക്കുന്നു. എന്താണ്? അന്നഹു ലാ യുഖീമു അലാ നികാഹിഹി, മുഹല്ലിൽ ഈ ചെയ്ത നിക്കാഹിൽ ബന്ധപ്പെടാൻ അധികാരമില്ല പെണ്ണുമായിട്ട്. ഹത്താ യസ്തഖ്ബില നിക്കാഹൻ ജദീദൻ, വേറെ തന്നെ ഒറിജിനൽ നിക്കാഹ് തന്നെ ചെയ്തു കൊള്ളണം. അതെന്താ പറഞ്ഞത്? ഒരു മുഹല്ലിനെ പിടികൂടിയിരുന്നു, പെണ്ണിനെ തൊട്ട് പോണ്ടെന്നാ പറയുന്നു. നിനക്ക് അവകാശമില്ല, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ നിക്കാഹ് വേറെ ചെയ്യുകയെന്നാണ്. ഈ ചെയ്തത് നിക്കാഹല്ല പോലും. എന്താ? എന്തേ നിക്കാഹിൽ പറഞ്ഞു വെച്ചത് കൊണ്ട്, അല്ലെങ്കിൽ കരുതിയത് കൊണ്ട് പോലും. എന്തേ? നിക്കാഹൻ ചെറിയ തന്നെ വേണം പോലും. ഈ നിക്കാഹായിട്ടേ ഇല്ല പോലും, പെണ്ണിനോട് അടുക്കാൻ പറ്റില്ല. ഈ മുഹല്ലിലായി വന്ന് നിക്കാഹ് ചെയ്ത ആള് ഈ ചെയ്ത നിക്കാഹ് ഒരിക്കലും പറ്റൂല പോലും, വേറെ മാറ്റി ചെയ്യണം പോലും. എന്തേ? ആ ചെയ്ത നിക്കാഹ് നിക്കാഹായിട്ടില്ലല്ല. ഈ ഭാരത്തിൽ പറയുന്നുണ്ടാ ആര്? പിന്നെ മുഹല്ലിലി എന്ന് പറഞ്ഞാൽ ആ മുഹല്ലിലിനെ പറ്റി അത് പറയുന്നു. അന്നഹു ലാ യുഖീമു അലാ നികാഹിഹി, തഹ്ലീൽ എന്ന കണ്ടീഷനിൽ അവന് തുടരാൻ പറ്റൂല.
ദവാമാണ് നിക്കാഹ്. അതുകൊണ്ട് നിക്കാഹ് മാറ്റി. അല്ലത് ലൈസ ഫീഹി ശർതു തഹ്ലീൽ, സാധാരണ നിക്കാഹിനെ നടത്തുന്നു. ഫൈൻ അസാബഹാ ഫലഹാ മഹ്റുഹാ. എന്താണ് വത്ത് ചെയ്തു പോയിട്ടുണ്ടെങ്കിലോ ഇപ്പൊ മഹർ കൊടുക്കണം. എന്നഹാ യൽസമു ബിൽ അഖ്ദിൽ ഫാസിദി, അറിയാതെ കൊട്ടുപോയാൽ എന്ത് കൊടുക്കലുണ്ട്? മഹ്റുഹ എന്ന് പറഞ്ഞാൽ ഫുൾ മഹർ എന്നാണ്. യഹ്യവിന് യഹ്യ വാദിക്കുന്നു. ഫലഹാ മഹ്റു മിസ്ലിഹാ എന്നൊരു റിവായത്തുണ്ട്. ഇബ്നു ബുഖൈറും കൈനബിയും. യഹ്യവിന് യഹ്യ ലൈസി പറഞ്ഞതാണ് മാലിക്കി മദ്ഹബിൽ പ്രായോഗികം. വിവാഹം തെറ്റിപ്പോയതാണ്, ഈ നിക്കാഹ് ബാത്തിലാണ് എന്ന് അറിഞ്ഞിട്ടില്ല. അന്നേരം സംയോഗം ചെയ്ത് പെട്ടുപോയി, എന്നിട്ട് അവനെ ഇറക്കി വിട്ട്. എന്നാല് മിസിലെന്ന് ഞമ്മൻ പറയുന്നല്ലേ. മുഹത്തന്റെ നിവായത്തിൽ ഫലഹ മഹ്റുഹ എന്നാണ് യഹ്യവിന് യഹ്യ വാദിക്കുന്നത്. ഇപ്പൊ എന്താണ് ആ അബദ്ധത്തിൽ ഒരാൾ സംയോഗം ചെയ്ത് പൊട്ടുപോയാൽ ഫുള്ള് കൊടുക്കണമെന്നാണ് ആര് വാദിക്കുന്നത്? അപ്പൊ ഫലഹ മഹ്റു മിസ്ലിഹ ഇബ്നു ബുഖൈറിലും കൈനബിയിലുമുള്ള റിവായത്ത് മാലിക്കി മദ്ഹബിനോട് പൊരുത്തപ്പെടോ? ഇല്ല, മറ്റു മദ്ഹബിനോട് പൊരുത്തപ്പെടും. എന്ത് വേണ്ട? ഹഖീഖിയായ നിക്കാഹല്ല. അതുകൊണ്ട് എന്ത് മതി? മിസ്ലി മതി. മാ ലാ യുജ്മഅ ബൈനഹു മിനൻ നിസാ, ഒരുമിച്ച് കൂട്ടൽ അനുവാദമില്ലാത്ത സ്ത്രീകൾ. മാ ലാ യജൂസുൽ ജംഉ ബൈനഹുമാ. സൂറത്തുൻ നിസാ 23 ഇതിന് ദലീലാക്കേണ്ടത്. ഈ മസല സൂറത്തുൻ നിസാ 23 ഈ മസല തീരോളം കിട്ടും. മാ മാ ഒരു പെണ്ണ്, ലാ യുജ്മഅ ബൈനഹു മിനൻ നിസായി. ഈ മസല ഫത്വൽ മീൻ 353 ഒരുമിച്ച് കൂട്ടാൻ പാടില്ലാത്ത കണക്ക്. മസല മുഴുവൻ ബയാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ സിമ്പിളായിട്ട് കുറച്ചേ പറയുള്ളൂ. മഹല്ലി 3 244 45 244 245. തുഹ്ഫ 7307 മുതൽക്ക് 7310 വരെ. തുഹ്ഫ നിഹായ 6278 മുതൽ 250 വരെ. നിഹായ മുഗ്നി 3150. എല്ലാം ക്ലീൻ സേവായിട്ട് മുഴുവൻ മസാലയും പറഞ്ഞിട്ടുണ്ട്. അൽ ജംഉ ഹറാമും ബിൽ ഇജ്മാഅൻ. ആർക്കും ഈ ഒരുമിച്ച് കൂട്ടൽ ഹറാമായ വിഷയത്തിൽ തർക്കമുണ്ടോ? ഇല്ല. എങ്ങനെ നോക്കേണ്ടത്? ഒരുമിച്ച് കൂട്ടാൻ പറ്റോ ഇല്ലേ? കുല്ലുംറാത്തൈനി ബൈനഹുമാ നസബുൻ ഔ റളാഉ. രണ്ട് പെണ്ണ് തമ്മിൽ നസബോ റളാഉ ഉണ്ട്. യഹ്റുമു തനാകുഹുമാ, അവർ പരസ്പരം കെട്ടൽ ഹറാമാണ്. ഇൻ ഫുരിദത്ത് ഏതാഹുമാ ദക്കറൻ, ഏതെങ്കിലും ഒരാളെ പെണ്ണായിട്ട് സങ്കല്പിക്കുക. അന്നേരം കെട്ടൽ ഹറാമാകുന്നുണ്ടെങ്കിൽ അടുത്ത ബന്ധുവാണ്. അടുത്ത ബന്ധുക്കൾ രണ്ടാള് ഭാര്യാസ്ഥാനത്ത് തുടരാൻ പറ്റുമോ? കാരണം ഭാര്യമാർ തമ്മിൽ കലഹിക്കും. അപ്പൊ കുടുംബത്തിൽ തന്നെ കലഹം വരും. അതുകൊണ്ടാണ് ഇത് സൂക്ഷിക്കുന്നത്. കുടുംബകലഹം, കുടുംബലഹള. ഒരു ഭാര്യ മറ്റേ ഭാര്യയെ വെറുക്കും. ഇപ്പൊ എന്താവും? തമ്മിലടി വരും. കുടുംബത്തിൽ ലഹള പറ്റോ? അതുകൊണ്ട് ആ കർശന നിയമം പറ്റും. മഹറമായത് കൊണ്ടൊന്നല്ല. ഒരു പെണ്ണിനെ കെട്ടിയാൽ പെണ്ണിന്റെ ഉഖ്തിനെ കെട്ടാൻ പാടില്ല. കണ്ടാ, ഇന്നലെ എന്നെ ചോദിച്ചില്ലേ, ഒരു ഭാര്യനെ കെട്ടിയില്ല, ഒരു പെണ്ണിനെ കെട്ടിയിട്ടുണ്ട് പോലും. ആ പെണ്ണിന്റെ ഏട്ടത്തിന്റെ മോളെയും കെട്ടിക്കൂടെ? ഏട്ടത്തിന്റെ മോള ഒരു പെണ്ണ് ഇപ്പം ഭാര്യയായിട്ട് നിലവിലുണ്ട് പോലും. ഈ ഭാര്യന്റെ ജ്യേഷ്ഠത്തിന്റെ മകളെ കെട്ടാൻ നോക്കുന്നുണ്ട്. പറ്റോ? വെച്ച് നോക്ക്. ഈ നിലവിലുള്ള പെണ്ണു
കെട്ടാൻ നോക്കുന്ന പെണ്ണും പറ്റുന്നെങ്ങനെ? ആ പെണ്ണിന്റെ ഇളയമല്ലേ ഇത്? പിന്നെ പറ്റുന്നു ഇളയമാനെ കെട്ടൻ അടുത്ത ബന്ധുവാണ് എന്ന് അറിയിപ്പ് കിട്ടിയില്ലേ? അങ്ങനെ ചെക്ക് ചെയ്യാനാ ഫത്വയിൽ പറഞ്ഞത് 353. കുല്ലും റാത്തൈനി ബൈനഹുമാ നസബുൻ ഔ റളാഉൻ യഹ്റുമു തനാക്കുഹുമാ ഇൻ ഫുരിലത്തി ഇഹ്ദാഹുമാ ദക്റൻ. തിരിഞ്ഞില്ലേ? ഒരു പെണ്ണിനെ കെട്ടിയിട്ടുണ്ട്. ആ കെട്ടിയ ആളുടെ അളിയന്റെ മോള് കെട്ടാൻ ഭാഗമായിട്ടുണ്ട്. പോലും അളിയന്റെ മോള് കെട്ടാൻ പറ്റോ ഇല്ലേ നോക്ക്. അതെ അതെന്താ തകരാറെന്താ വരത്ത്? അളിയന്റെ മോള് സഹോദരന്റെ മകളല്ലേ അത്? ഇവിടെ ഉള്ളത് ആരാണ്? അല്ലേ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുൻകഹുൽ മർഅതു, ഒരു പെണ്ണിനെ കെട്ടിപ്പോകരുത്. അനാമത്തിഹാ, ആരെ കെട്ടിയ ശേഷം ആ പെണ്ണിന്റെ അമ്മത്തിനെയാണ് ഇപ്പൊ കെട്ടിയത്. ഇനി ആ പെണ്ണിനെ അന്വേഷിക്കണ്ട. അമ്മത്തിനെ കെട്ടാൻ പാടില്ല. അല ബിന്തി അഖീഹാ, അല ബിന്തി അഖീഹാ. തിരിച്ചു പറഞ്ഞതേയുള്ളൂ. ഇപ്പൊ കെട്ടിയത് അമ്മത്താണ് പോലും. അതുകൊണ്ട് ഇനി ആ പെണ്ണിനെ കെട്ടിക്കൂടാന്ന്. അമ്മത്തിനെ കെട്ടിക്കഴിഞ്ഞു ഇപ്പാന്റെ പെങ്ങളാ. ഇനി പറ അമ്മത്തിനെ കെട്ടാൻ പൂതി വെക്കണ്ട. അല്ല ബിന്തി അഖീഹാ, വരുന്ന ആള് അമ്മത്തായി പോവില്ലേ? വലൽ മർഅതു അലാ ഖാലത്തിഹാ, ഇളയമ്മ ഭാര്യ പദവിയിൽ നിലവിലുണ്ടാകുമ്പോ അല്ലെങ്കിൽ റജയ്യായിട്ടുണ്ടാകുമ്പോ ആരെ കെട്ടാൻ നോക്കണ്ട. വലൽ ഖാല, ഖാലത്തിനെ കെട്ടാൻ പാടില്ല. അലാ ബിന്തി ഉഖ്തിഹാ ലൽ കുബ്ര അല സുഗ്ര, ആദ്യം കെട്ടിയത് വലുത്, ഇപ്പൊ കെട്ടാൻ പോകുന്നത് ചെറുത്. അത് നോക്കോ? ലൽ കുബ്ര, കുബ്രനെ കെട്ടിക്കൂടാ. അല സുഗ്ര, സുഗ്രനെ കെട്ടിയ ശേഷം. വല സുഗ്ര അലൽ കുബ്ര, കാലഘട്ടം നോക്കൂല. അബൂദാവൂദ് തിർമിദിയാ പറഞ്ഞത്. അൽ ജമ്മു ഫിൽ നിക്കാഹി ഹറാം. ഇതേപോലെ തന്നെ വൽ ജമ്മു ഫിൽ വത്ഇ ബിമിൽകിൽ യമീൻ ഹറാം. തമല്ലുക്ക് പറ്റും, അടിമനെ വാങ്ങുന്നതിന് പറ്റും. സംയോഗം ചെയ്യണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളെ എട്ടത്തിന് അനിയത്തിന് സംയോഗം ചെയ്യാൻ പറ്റോ? മഖ്സൂദുൻ നിക്കാഹി അൽ വത്ഉ, അതുകൊണ്ടാണ് ജമ്മു പറ്റാത്തത്. മഖ്സൂദ് തമല്ലുക്കി അൽ മാലു, അതുകൊണ്ട് പറ്റും. ഒരാൾക്ക് ഇത് കൊണ്ട് ഒരുമിച്ച് കൂട്ടിയാൽ എല്ലാം പൊളിഞ്ഞി. തർത്തീബിലാണെങ്കിൽ രണ്ടാമത്തത് പൊളിഞ്ഞി. മനസ്സിലായില്ലേ? മാലിക് നബി സിനാദിയനിൽ അറജി അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി ഖാല ലാ യജ്മഉ ബൈനൽ മർഅതി വഅമ്മതിഹാ, ഭാര്യ പദവിയിൽ എത്തുകയില്ല, വിവാഹം സ്വീകാര്യമല്ല ഒരു പെണ്ണിനെയും ആ പെണ്ണിന്റെ ഉപ്പാന്റെ പെങ്ങളെയും. അതായത് ഒരാൾക്ക് രണ്ട് ഭാര്യമാർ. ഒന്നാലി ഇളയമ്മല്ല, അമ്മത്ത്, ഉപ്പാന്റെ പെങ്ങള്. ഉപ്പാന്റെ പെങ്ങള് ഭാര്യ നിലവിലുണ്ട്, മറ്റേ പെണ്ണുണ്ട്. പറ്റോ? പരസ്പരം ബന്ധുക്കളായി പോയി. വലാ ബൈനൽ മർഅതി വഖാലത്തിഹാ, എന്താണ്? അലാ ബൈനൽ മർഅതി വഖാലത്തിഹാ, ഒരു പെണ്ണിനെയും കെട്ടി ആ പറ്റൂല. മാലിക് യഹ്യ ഇബ്നു സഈദ് അൻ സഈദ് ഇബ്നുൽ മുസയ്യിബി റളിയല്ലാഹു അൻഹു അന്നഹു കാന യഖൂലു, യുൻഹാ, തടയപ്പെട്ടിട്ടുണ്ട്. അന്തുങ്കഹൽ മർഅതു, പെണ്ണിനെ കെട്ടപ്പെടൽ, അലാ അമ്മത്തിഹാ ഔ അലാ ഖാലത്തിഹാ, ആദ്യം ഏത് വയ്യ ഏത് നോക്കിയിട്ടല്ല, രണ്ടാളെയും കൂടെ ഒരുമിച്ച് കൂട്ടൽ. രണ്ടാളെയും കൂടെ എന്താണ് ഒരുമിച്ച് കൂട്ടൽ പറ്റൂല. തലാഖിലാലും പറ്റും, തലാഖിലുള്ളതും പറ്റൂല. ഒരു പുരുഷൻ സംയോഗം ചെയ്യലും ആറാമാണ് വലീദത്തൻ, ഒരു അടിമ സ്ത്രീയെ. ഏത് സ്ഥിതിയിൽ? വഫീ ബത്നിഹാ ജനീനുൻ ലിഗൈരിഹി, ലിഗൈരിഹി ലിഗൈരിഹാ എന്നല്ല, പെണ്ണ് ഗർഭിണിയാണ് വേറൊരാൾ മുഖേന. യുദ്ധത്തിലെ മറ്റെന്തിനെ കിട്ടി?
അടിമയെ കിട്ടിയ എന്നാൽ അത് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ട്? എത്ര കാലഘട്ടം കഴിയണം? പ്രസവിച്ചിട്ട് ശുദ്ധമാക്കണം. എന്താ കറാഹത്ത് വത്തിയിൽ ഹുബുലാൻ അതിനുള്ളത് എന്താണ്? ഗർഭിണിയെ അത് ചെയ്ത് കറാഹത്ത്. അതേത് കറാഹത്ത് വത്തിയിൽ ഹുബുല? നമുക്ക് അത് സാധാരണയാ പറഞ്ഞത്. ഇത് പറഞ്ഞത് മോഡല് പറയാന്ന്. ഇത് ഇതിൽ പറഞ്ഞത് അതല്ല. വയ്യത്തറിലും വലിയതത്തന്ന് ഒരു അടിമ സ്ത്രീയെ ഫ്രീ ആയിട്ട് കിട്ടി പോലും. വഫീബത്തിന് ആ ജനീനുള്ളി കൈരീൻ പെണ്ണ് ഗർഭം ധരിച്ചിട്ടുണ്ട് പോലും. എന്നാലും ഹുനൈൻ ദിവസം നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാളിലും വിശ്വസിക്കുന്നയാള് വെള്ളം നനക്കാൻ പാടില്ല വേറൊരാളുടെ കൃഷിക്ക്. അബൂദാവൂദ്, അഹമ്മദ്, തിർമിദി, ഇബ്നു അബീ ശൈബ, തബറാനി, ബൈഹഖി, ഇബ്നു ബസാറിലുണ്ട്. എന്താണ്? വേറൊരാൾ നനച്ചു വെച്ച കൃഷിക്ക് ഇങ്ങനെ വെള്ളം വിത്തുന്നത്. ലാ യഹില്ലു ലിംറിഇൻ യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ അൻ യസ്ഖിയ മാഹു ദറ ഗൈരിഹി. ദറ എന്ന് പറഞ്ഞാൽ ഹംല ഗൈരിഹി. വേറെയുണ്ട് അഹ്മദ് ബിൻ ഹംബൽ തബറാനിയും. ലാ യഖഅന്ന റജുലുൻ ഒരു പുരുഷൻ സംയോഗം ചെയ്തു പോകരുത് അലമ്രാത്തി വഹംലുഹാ ലിഗൈരിഹാ. എന്താ ലിഗൈരിഹി? വഹംലുഹാ ലിഗൈരിഹി. എന്താ? ഊത്താസിൽ വെച്ച് നൽകപ്പെട്ടതായ അടിമ സ്ത്രീകളെ പറ്റി പറഞ്ഞില്ലേ? ലാ തൂത്തു ഹാമിലുൻ അത്താത്തല്ലാ. ഗർഭിണികളെയാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങളാരും സംയോഗം ചെയ്തു പോകരുത്. ഇത്ര വരെ. ഹംലില്ലാത്തവരാണെങ്കിൽ ഒരു ഹൈൽ വരാൻ കാത്തിരിക്കണം. ഇച്ചിബ്രാഹ് ഹറാമാണെന്നല്ലേ പറയുന്നത് അല്ലേ? ഒരു തമത്വവും പറ്റൂല. ശൈവത്തോടെ നോക്കലും പറ്റൂല, തൊടലും പറ്റൂല. ഇസ്തിബ്ര തീരണം എന്നാണ്. മസ്ബിയത്താണെങ്കിൽ ഹറാമ് വത്ത് മാത്രമേ ഉള്ളൂ. മുത്തലും പിടിക്കലും എല്ലാം പറ്റും. മസ്ബിയത്ത് യുദ്ധത്തിൽ അറസ്റ്റ് ചെയ്തിട്ട് ഓഹരി വെച്ച് കൊടുത്തതാണെങ്കിൽ മറ്റ് ഇസ്തിംതാ പറ്റും. വിലകെട്ടിയിൽ വാങ്ങിയതോ ഓശാനം കിട്ടിയതോ ആണെങ്കിൽ ഒരു ഉപയോഗവും പറ്റൂല. തിരിഞ്ഞു നോട്ടം പോലും പറ്റൂല. ഇന്നില്ലേ? മസ്ബിയത്തിനോട് ലിയാസാക്കി ഇല്ലുൽ ഇസ്തിംതാഇൽ കുല്ലു മാ ലാ യുംകിനു ഹംലുഹാ. ഗർഭം ധരിക്കാത്ത പെണ്ണാണെങ്കിൽ എന്താക്കാ പറ്റൂ. ഏതേ പറ്റാണ്ടുള്ളൂ? കസബിയ്യത്തിൻ വആയിസത്തിൻ വഹാമിലിൻ മിൻ സിന. എന്താണ്? ചെറിയ പെണ്ണ്, വ്യവസായ പെണ്ണ്, സിനയിലുണ്ടായ ഹാമിലി. ഇപ്പൊ എന്താക്കാ? അപ്പൊ പൊതുവെ യജൂസു നിക്കാഹുൽ ഹാമിൽ മിൻ സിന. സിനയിൽ ഗർഭം ധരിച്ച പെണ്ണിനെ നിക്കാഹ് ചെയ്തൂടെ? അത് സിന ചെയ്തത് ഇവൻ തന്നെ ആയാലും പറ്റും, വേറൊരാളായാലും പറ്റും. വേറൊരാളെ അവഗണിക്കലാണ് ഇവിടെ മുറാദ്. ബത്ത് ചെയ്യലും പറ്റൂലേ? പക്ഷെ കറാഹത്ത് ഉണ്ട് എന്നാണ് ബത്ത് ചെയ്യൽ. കാരണം കുഞ്ഞിനെ തിരിച്ചറിയാണ്ടാവില്ലേ? 201 അൽ ഫതാവൽ കുബ്രയിലുണ്ട് 493-94. അൽ അൻവാറിലുണ്ട് 2209. കേട്ടോണ്ടോ? എന്താ പറഞ്ഞേ? ഒരു പെണ്ണ് വ്യഭിചാരത്തിന് പോയിട്ട് ഗർഭം ധരിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ കട്ടിക്കൽ ജായിസാണ് എന്ന്. ആരാന് വേണമെങ്കിൽ ആരാന് കെട്ടിക്കാം, ആർക്ക് വേണമെങ്കിൽ ആർക്കും കെട്ടിക്കാം. എങ്ങനെ ആയാലും കറാഹത്താണ്. കെട്ടിക്കലല്ല കറാഹത്ത്. പിന്നെ സംയോഗം ചെയ്യൽ എന്താണ്? കുഞ്ഞിനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായി പോവില്ലേ? ഇല്ലേ? പൊതുവെ ഹാമിലിനെയും മുർദിനെയും സംയോഗം ചെയ്യൽ മൻഹിയാണ്. ബുദ്ധിമുട്ട് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കറാഹത്ത്. കുട്ടിക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഹറാം. എന്തേ? തുഹ്ഫ 7/217 അത് പറയുന്നുണ്ട്. ഗർഭം ധരിച്ച പെണ്ണ് ഇവന്റെ തന്നെ, ഇവന്റെ ഗർഭിണിയായ പെണ്ണിനെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ സംയോഗം ചെയ്യല്. അല്ലെ മുർദി ഇവനിക്ക് തന്നെ കുട്ടി ജനിച്ചിന് പോലും. എന്നാൽ എന്താണ്? ഇവന്റെ കുട്ടി തന്നെയാന്ന് പോലും. മുർദിയാന്നിപ്പോ. മുർദിനെ സംയോഗം ചെയ്യൽ എന്താണ്? കറാഹത്ത്. കുട്ടിക്ക് ബുദ്ധിമുട്ട് ഉറപ്പുണ്ടെങ്കിലോ ഹറാമ്. കുട്ടിക്കോ ഉമ്മാക്കോ 9 മാസം ചെയ്യൂല. ഇല്ലില്ല. ഇത്രയും 6 മാസം മുമ്പ് തന്നെ എല്ലാം നിർത്തിവെച്ചില്ല. എല്ലാം പാല് 2 കൊല്ലം കൊടുക്കണ്ടേ? പാല് കൊടുക്കൽ കൊടുത്തു. അല്ല, അത് നിർത്തേണ്ടിയും വരും. പാല് നിർത്തേണ്ടിയും വരും. ഗർഭം ധരിച്ചാൽ പാല് നിർത്തിക്കും.
രണ്ടാമത്തെ പാല് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിപ്പോയാൽ ആദ്യത്തെ ക്യാൻസലാക്കും. അങ്ങനെയെല്ലാം ഉണ്ട്. അതെല്ലാം അതിലുണ്ട്. അതിൻ്റെ ഭാവിയിൽ ഇതേ ഉപയോഗിക്കില്ല.